ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാ ഭാഗം മത്തായി സുവിശേഷം 8:25 അവർ അടുത്തു ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ക്രിസ്തുയേശുവിൽ ഏവർക്കും വന്ദനം. മത്തായി സുവിശേഷം 8:23 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളിൽ യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതായി കാണാം. യേശുവും ശിഷ്യന്മാരും കയറിയ പടകിൽ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. ഉറങ്ങുകയായിരുന്ന യേശുവിൻ്റെ അടുത്തു ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. യേശു ശിഷ്യന്മാരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. പ്രകൃതി ശക്തികളുടെ മേൽ യേശുവിൻ്റെ അധികാരത്തെ കാണിക്കുന്ന വേദഭാഗമാണിത്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തന്നെ അനുഗമിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റിനു സമാനമായ പ്രതികൂല അവസ്ഥകളിൽ കൂടെ കടന്നു പോകേണ്ടി വരാം. പാപത്താൽ വീണുപോയ ലോകത്തിൽ നാം വസിക്കുമ്പോൾ ഭാരം, രോഗം, പ്രതികൂലം തുടങ്ങിയവ സ്വാഭാവികമായും കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാം. പ്രതികൂലങ്ങളിൽ അകപ്പെടുമ്പോൾ നാം ചെയ്യേണ്ട പ്രധാന കാര്യം യേശുവിനോട് നിലവിളിക്കുകയാണ്. ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്തെന്നാണ്. കൊടുങ്കാറ്റിന് കാരണമായ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ അവിശ്വാസത്തെ യേശു സ്പർശിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നവർ യേശുവിൽ ആശ്രയിക്കുകയും പ്രതിസന്ധികളിൽ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് രക്ഷകനിലുള്ള തൻ്റെ വിശ്വാസം ഉറപ്പിക്കേണ്ടതാകുന്നു. ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ച ശേഷം പ്രകൃതി ശക്തികളുടെ മേൽ യേശു തൻ്റെ അധികാരം ഉപയോഗിച്ച് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അതിനെ ശാന്തമാക്കി. വിശ്വാസികളെ, കർത്തൃവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ പ്രതിസന്ധികളിൽ ആടിയുലയുകയാണോ? പതറരുത്, മനസ്സ് ശാന്തമാക്കുക, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. അവൻ പരിഹാരം വരുത്തുക തന്നെ ചെയ്യും, തീർച്ച. വിശ്വസിക്കുക. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.